ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നേക്കുന്നത് ഒരു അടിപൊളി ഹെൽത്തി ക്രിസ്പി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ പെസററ്റും അതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി പെസററ്റും അതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ചട്നിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ടൊരു വെസലെടുക്കുക, ഒരു ബൗളോ വെസലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കുക. അതിലോട്ട് ഒരു 2 കപ്പ് നമ്മുടെ ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ആദ്യം മുതലേ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ കേട്ടോ. അപ്പോൾ 2 കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണ് അരി പച്ചരിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. 1 കപ്പ് നമ്മുടെ ചെറുപയറിന് 2 ടേബിൾ സ്പൂണ് പച്ചരിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പിന് 4 ടേബിൾ സ്പൂണ് പച്ചരി ആഡ് ചെയ്തേക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു രാത്രി, നമുക്ക് രാവിലെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ രാത്രി മുഴുവൻ ഇത് വെള്ളത്തിലോട്ട് കുതിർക്കാനൊന്ന് വെച്ച് കൊടുത്തോളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം തയ്യാറാക്കുന്നത് ഒരു 4 to 5 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തോളൂ കേട്ടോ. ഞാനിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നു വെച്ചിരുന്നത്. നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. രാവിലെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ചെറുപയർ പരിപ്പും ഈ ഒരു അരി മാത്രമാണ് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. മിക്സി ജാറിലോട്ട് ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഞാനിവിടെ ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്ന ഫൈൻ പേസ്റ്റാക്കി, നമ്മൾ ഒരു തരിതരിപ്പും ഇല്ലാതെ നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ബൗളിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ബാക്കിയുള്ള ചെറുപയർ പരിപ്പും അരിയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും കൂടെ ഞുറുക്കി അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക്, എരിവ് ഇത് വകയെല്ലാം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ. ഇനി ഒരു 2 to 3 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് ഞാൻ ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ റെഡി ആയിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിക്നെസ് കൂടുതലുണ്ടെങ്കിൽ ലേശം വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം നന്ന ഫൈനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടിപൊളി ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം കടുകൊന്ന് താളിച്ചെടുക്കാം. അധികം പാത്രമൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങളെങ്ങനെ ചെയ്യുന്നതെന്ന് അതും കൂടെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കടായിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം കടുക്, വത്തലമുളക്, കുറച്ച് കരിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താളിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് താളിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട്, ഒരു ബൗളിലോട്ട്, അതായത് നമ്മൾ ഏത് പാത്രത്തിലാണ് ചട്നി ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതേ സെയിം കടായി അതേ സെയിം ഓയിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. തൊണ്ടുള്ള ഉഴുന്നുപരിപ്പ് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ തൊണ്ടുള്ള ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാധാരണ നമ്മുടെ ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്തേക്കുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണ് നമ്മുടെ സെസം സീഡ്, വെള്ള എള്ളാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണ് അതായത് കടലപ്പരിപ്പല്ല, കടലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക എല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 5-6 വത്തലമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ ഒരു 5-6 വത്തലമുളക് ഞുറുക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 മീഡിയം സൈസ് സവോളയും ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വകയെല്ലാം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ സ്റ്റിർ ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളിക്ക് ചോപ്പ് ചെയ്ത്, അതായത് റഫ്ലി ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടത് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ലൈറ്റായിട്ട് ട്രാൻസ്ലൂസൻറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കുഞ്ഞ് പീസ്, ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ നമുക്ക് പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പുളി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കാശ്മീരി ചില്ലി പൗഡറിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുത്തതിന് ശേഷം നമ്മുടെ മിക്സി ജാറിലോട്ട് ഈ വക ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂണും വെള്ളവും കൂടെ ആഡ് ചെയ്ത് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളും, നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് താളിച്ച ബൗളിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെസറിട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ഉണ്ടെങ്കിൽ അതാണല്ലോ യൂസ് ചെയ്തോളൂ കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ഓയിലൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു തവി നമ്മുടെ ഈ ഒരു പാനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. പാനിലോട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊരു തിന്നായിട്ട് കനം കുറച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വട്ടം ചുറ്റി ഒന്ന് ദോശയാക്കി എടുക്കാം. ശേഷം നമുക്കിതിൻ്റെ മേലെ ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മുരിങ്ങി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് മുരിങ്ങി വന്നതിന് ശേഷം സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് വിട്ടൊന്ന് വിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് കുറച്ച് സവോളയോ ക്യാരറ്റോ ചീസോ എന്താ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സവോളയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാ നോക്കിക്കളി, നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പെസറിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ബാക്കിയുള്ളത് തന്നെ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ചെറുപയറും കൊണ്ട് തയ്യാറാക്കിയ നല്ല ക്രിസ്പി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് പെസറിട്ടും അതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ള ചട്നി ഈ ഒരു പെസറിട്ട് ദോശ അത് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കൊള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ചിലർ പറയാറുണ്ട് ചെറുപയർ കൊണ്ട് തയ്യാറാക്കുമ്പോൾ നല്ല ഒരു കയ്പോ അതിൻ്റെ ആ ഒരു കൊത്ത് സ്വാദ് വരും. പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ, ഒരിക്കലും ഫെയിൽ ആവത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയായിട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ദോശ ഇതുപോലെ നൈസായിട്ട് തയ്യാറാക്കുന്ന ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ ഈ ഒരു രീതിയിൽ ഈ ഒരു ചെറുപയർ പരിപ്പും കൊണ്ട് തയ്യാറാക്കുന്ന പെസറിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഈഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.